അധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സ്ഥാനാർത്ഥി സുരവൻ കെ പ്രേമേന്ദ്രൻ അടക്കം ഉള്ള നേതാക്കന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, തൊഴിലാളി സഹാക്കളെ, സുഹൃത്തുക്കളെ, ഞാനൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നിൽക്കുകയാണ്. പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചതുമല്ല. എന്താണെങ്കിലും ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായ ഭാരതത്തിന്റെ ഭാവി എങ്ങോട്ട് എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുക. BJP തുടരുന്നതുകൊണ്ടുള്ള അപകടവും ആപത്തും അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഈ നിലയിൽ വീണ്ടും അവരിലേക്ക് അധികാരം എത്തിക്കഴിഞ്ഞാൽ ഭാരതം എന്തായിരിക്കും നേരിടാൻ പോകുന്നത് എന്ന കാര്യത്തിൽ എന്നെ പോലുള്ളവർക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആശങ്കയുണ്ട്. കാരണം ലോക ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അവിടെ തന്നെ ഒരു വിഭാഗത്തെ രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റി ലോകത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തരമായിട്ടുള്ള കലാപങ്ങൾ എല്ലാം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് ലോക ചരിത്രത്തിൽ എല്ലാ രാഷ്ട്രവും, ഒരു രാഷ്ട്രം പോലും അതിൽ നിന്ന് മുക്തമായിട്ടുണ്ട്. ഇവിടെ വീണ്ടും അതേ നിലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ നാം അഭിമാനിക്കുന്ന, നാം സ്നേഹിക്കുന്ന നമ്മുടെ രാജ്യം, നമ്മുടെ ഭാരതം ഒരു പ്രതീക്ഷിക്കാത്ത ദിശയിലേക്ക് പോയേക്കും എന്നുള്ള ആശങ്കയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യം പക്വതയോടുകൂടി തന്നെ തീരുമാനമെടുക്കുകയും നമ്മൾ ഈ പോരാട്ടത്തിൽ മുന്നോട്ട് പോകും. ഒരു കാര്യം ഞാൻ പറയാം. ഏറ്റവും ഒടുവിൽ പൗരത്വ നിയമത്തിന്റെ ചട്ടങ്ങൾ പാസ്സാക്കി. ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും 4 വർഷങ്ങൾക്ക് മുമ്പ് പാർലമെന്റ് പാസ്സാക്കിയ നിയമം 4 വർഷക്കാലം അനങ്ങിയില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ഞങ്ങളിതിപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഗവൺമെന്റ് അഫിഡവിറ്റ് കൊടുത്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ വരുന്നതിന്റെ തലേന്ന്, ഒരുപക്ഷെ നോട്ടിഫിക്കേഷൻ 2 ദിവസം തള്ളിയത് ഇതിനുവേണ്ടി ആയിരിക്കുമെന്ന് സംശയിക്കുന്നു. ഇത് ഇറക്കിയതിന്റെ പിന്നിൽ ഈ നാട്ടിലെ ഒരു പൗരനെ നന്നാക്കാൻ വേണ്ടിയല്ല. നമ്മളതിനെ എതിർക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ ഭരണഘടനാ പ്രകാരം ഒരു മതത്തിന്റെ പേരിൽ ഒരു വിവേചനം പൗരത്വം നൽകുന്നതിന് സാധിക്കില്ല. നിലവിലുള്ള ആർക്കും പൗരത്വം ബോധത്തിൽ അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് പൗരത്വം കൊടുക്കുന്നതും ഒരു മതത്തിന്റെ വേർതിരിവോടുകൂടി അതിന്റെ വിവേചനത്തിൽ കൊടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ള നിയമപരമായ പ്രശ്നവുമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഇന്ത്യൻ സുപ്രീം കോടതി ഈ വിഷയം കേൾക്കുകയാണ്. നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാൻ BJPക്ക് സാധിക്കത്തില്ല. പക്ഷെ അവരുടെ ഉദ്ദേശം ഇത് ചെയ്യണമെന്നൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പ് വരുന്നു. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ആശങ്കയിലായിരിക്കുന്ന ന്യൂനപക്ഷ സമുദായമടക്കം പ്രതിഷേധിക്കും. അവർ സംഘടിതമായി ഇറങ്ങണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ധ്രുവീകരണം ഉണ്ടാകും. അത് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഏത് പശ്ചാത്തലത്തിലാണ് അവർ ചെയ്യുന്നത്? 100% ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായി ജാനുവരി 22-ാം തീയതി ഉദ്ഘാടനം ചെയ്ത പണിതീരാത്ത അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ തുടർന്ന് അവരാഗ്രഹിച്ചതുപോലെ ക്ലച്ച് പിടിച്ചില്ല എന്നെവിടെയോ തോന്നലുകൊണ്ട് മാത്രമല്ലേ ഈ തട്ടിക്കൂട്ടി ഇപ്പോൾ ഇതുമായി പോകുന്നത്. ഞാനിത് പറയാൻ കാരണം BJP തുറന്നിരിക്കുന്ന ഒരു ചെറിയ പോർമുഖം മാത്രമാണ്. ഈ പോർമുഖത്തിലെ വിജയമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് BJPക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പ് എന്ന മഹായുദ്ധത്തിലെ വിജയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും UDFനും വേണ്ടത്. ആ കെണിയിൽ അകപ്പെടാതെ നോക്കുന്നതാണ് BJP എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കെണിയിൽ അകപ്പെടാതെ നോക്കുന്നതാണ് ഓരോ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്റെയും ഉത്തരവാദിത്വം എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ BJP 370 കിട്ടും, 400 കിട്ടും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 370, 400 ഒക്കെ കിട്ടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല.
പക്ഷേ 370 കിട്ടുന്നവർ എന്തിനാണ് ഓരോ BJP ഓഫീസിന്റെ വാതിക്കൽ ഒരു ബോർഡ് വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. എടുക്കാ ചരക്കുകൾ ഇവിടെ നിക്ഷേപിക്കുക, ഞങ്ങൾ എടുത്തോളാം എന്ന് പറയുന്നു. അഭിനന്ദനായ സാദിഖ് അലി തങ്ങൾ വേദിയിലേക്ക് കടന്നു. ഞാൻ പറഞ്ഞത് 370 കിട്ടുമെന്ന് പറയുന്നവർ ഇപ്പോൾ ഈ ബോർഡൂടെ വെച്ചിട്ട് മാലിന്യം ശേഖരിക്കുന്നത് എന്തിന് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ചോദ്യം. ഇന്നും ഇന്നലെയും സുരേന്ദ്രൻ പറഞ്ഞു, ഇന്നും സുരേന്ദ്രൻ പറയുന്നു, കഴിഞ്ഞ ആഴ്ചയും സുരേന്ദ്രൻ പറഞ്ഞു. കെ സുരേന്ദ്രൻ പറഞ്ഞ എന്താണ്? ഞങ്ങൾ ഇനിയും സീറ്റ് ഒഴിച്ചിട്ടേക്കുന്നത് കുറെ പേരൂടി ഇങ്ങോട്ട് വരും എന്ന് കണ്ടുകൊണ്ടാണ്. അന്നേരം ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞങ്ങളുടെ കൂട്ടത്തിൽ മണവും ഗുണവും ഉള്ള ഒരുത്തം പോലും ഇല്ല, അതുകൊണ്ട് അവിടുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പ്രവർത്തകർക്ക് കസേരകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ LED